നമസ്കാരം. ജി ശക്തിധരനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററായ അദ്ദേഹം ഇപ്പോൾ ജനശക്തി വാരികയുടെ സാരഥിയാണ്. മാത്രമല്ല, പാർട്ടിയെക്കുറിച്ച്, പാർട്ടി നേതാക്കളെക്കുറിച്ച്, ടി.പി. ചന്ദ്രശേഖരനെ 51 വെട്ടുകൾ കൊണ്ട് ഇല്ലാതാക്കിയ വടിവാളിനേക്കാൾ മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് സമൂഹ മാധ്യമത്തിലൂടെ പോരാടുന്നു ശക്തിധരൻ. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ DNA ന്യൂസ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 24-ാം തീയതി സമൂഹ മാധ്യമത്തിലൂടെ ശക്തിധരൻ ഒരു കുറിപ്പ് എഴുതിയിരുന്നു. കുറിപ്പ് എന്നതിനെ പറയാൻ കഴിയില്ല, ഒരു തുറന്നെഴുത്ത് അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ. പ്രതിപക്ഷ നേതാവ് VD സതീശനെ കുറിച്ചായിരുന്നു ഇത്. വ്യക്തിപരമായി ഈ കുറിപ്പിലെ ചിലതിനോട് ഞാൻ യോജിക്കുന്നില്ലെങ്കിലും പ്രതിപക്ഷ നേതാവ് VD സതീശനെ കുറിച്ചുള്ള പരാമർശത്തോട് പൂർണ്ണമായും യോജിക്കുന്നു. ഇല മുള്ളിൽ വീണാലും മറിച്ചായാലും പ്രതിപക്ഷ നേതാവ് ചിന്തിക്കുക എന്ന തലക്കെട്ടിൽ എഴുതിയ കുറിപ്പ് ഇങ്ങനെയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ കുറച്ചു നാളായി എഴുതാത്തത് എന്തുകൊണ്ടാണെന്ന് ഒട്ടേറെ സുഹൃത്തുക്കൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. മറുപടി എന്തെഴുതിയാലും അത് ഇലയ്ക്കാണോ മുള്ളിനാണോ കേടുണ്ടാക്കുക എന്ന ആശങ്ക കൊണ്ടാണ് ഇത്രയും നാൾ മൗനം ദീക്ഷിച്ചത് എന്ന് തുറന്നു പറയട്ടെ. എൻ്റെ ക്ഷമ ഇപ്പോൾ നെല്ലിപ്പടിയിലെത്തി. ഞാൻ ശാന്തമായി ഉറങ്ങിയിട്ട് എത്രയോ നാളുകളായി എന്നറിയാമോ? ഉറക്കം നഷ്ടപ്പെടുത്തിയത് ആരാണെന്ന് ഇത് വായിക്കുമ്പോൾ മനസ്സാക്ഷിയുള്ളവർക്ക് മനസ്സിലാകും. ശ്രീ VD സതീശൻ്റെ അഹന്തയെക്കുറിച്ച് ആ പാർട്ടിയിലെ നേതാക്കൾ പരസ്യമായി വിമർശിക്കുന്നത് കാണുമ്പോൾ ഇത്രത്തോളം അത് മൂത്തിട്ടുണ്ടാകുമെന്ന സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. അഹന്ത എന്ന വിഷസൂചി എത്ര ആഴത്തിൽ കയറ്റിയാലാണ് ഒരാളെ ഇത്രയ്ക്ക് വേദനിപ്പിക്കാൻ കഴിയുക എന്നത് അനുഭവിച്ചു തന്നെ അറിയണം. ശ്രീ VD സതീശൻ്റെ സ്വഭാവത്തെ ക്ഷുദ്രപ്രയോഗത്തിലൂടെ മാറ്റിമറിച്ച് ഈ പരുവത്തിലാക്കിയവർ അദ്ദേഹത്തിൻ്റെ അഭ്യുദയകാംക്ഷിയാണെന്ന് ഞാൻ കരുതുന്നില്ല. കോൺഗ്രസിലെ നേതാക്കൾ തന്നെ പ്രചരിപ്പിക്കുന്നത് പിണറായി വിജയൻ്റെ നേർപകുതിയാണ് VD സതീശൻ എന്നാണ്. എന്നാൽ അത് പാർട്ടിയിലെ കുശുമ്പും കുന്നായ്മകളും മറ്റും കൊണ്ട് കെട്ടിച്ചമയ്ക്കുന്ന ആരോപണമായിരിക്കാം. അതിൻ്റെ തെറ്റുകളിലേക്കും ശരികളിലേക്കും ഞാൻ കടക്കുന്നില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് അധികാര പ്രമത്തതയിൽ അർമാദിക്കുന്ന ഒരു ചെറിയ കോക്കസ് പ്രവർത്തിക്കുന്നു എന്നത് എൻ്റെ അനുഭവമാണ്. പ്രതിപക്ഷ നേതാവും ആ കെണിയിൽ പെട്ടുപോയിരിക്കുന്നു എന്നതാണ് എൻ്റെ ബോധ്യം. ഈ വിഷയം സംസാരിച്ച് തുടങ്ങുന്നയാളോട് വിഷയം മാറ്റി തടിതപ്പിയാൽ എത്ര നാൾ അദ്ദേഹത്തിന് മറ്റുള്ളവരെ കബളിപ്പിക്കാൻ പറ്റും? കോൺഗ്രസിലെ നേതാക്കൾ തന്നെ പ്രചരിപ്പിക്കുന്നത് പിണറായി വിജയൻ്റെ നേർപകുതിയാണ് സതീശൻ എന്നാണ്. എന്നാൽ അത് പാർട്ടിയിലെ കുശുമ്പും കുന്നായ്മകളും മറ്റും കൊണ്ട് കെട്ടിച്ചമയ്ക്കുന്ന ആരോപണമായിരിക്കാം. ഞാനൊരു കോൺഗ്രസ്സുകാരനോ മറ്റേതെങ്കിലും വിശ്വാസ പ്രമാണങ്ങളിൽ ആകൃഷ്ടനായി ജീവിക്കുന്നയാളോ അല്ല. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് കാഴ്ചവെച്ച പോരാട്ടം നിസ്തുലമാണ്. അതിന് ചരിത്രത്തിൽ പ്രത്യേക ഇടം കിട്ടണമെന്ന ലക്ഷ്യം വെച്ച് ജനശക്തി പ്രത്യേക പതിപ്പ് ആസൂത്രണം ചെയ്തിരുന്നു. അതിന് ജനശക്തിയുടെ സാധാരണ ലക്കത്തിൻ്റെ ചെലവ് മാത്രമാണ് വേണ്ടി വന്നത്. ചില്ലിക്കാശ് പോലും പ്രതിപക്ഷ നേതാവിൻ്റെ കീശയിൽ നിന്ന് എടുത്തിട്ടില്ല. അതിൻ്റെ അണപൈസ കണക്കുവരെ തത്സമയം തുണ്ടുകടലാസുകളിൽ എഴുതി പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിലും അദ്ദേഹത്തിൻ്റെ കീഴാളൻ അനീഷിൻ്റെ കയ്യിലും ഏൽപ്പിച്ചിട്ടുണ്ട്. അതാണ് ജനശക്തിയുടെ മഹത്വം. ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്നവരുടെ പ്രസ്ഥാനം എന്ന ആശയം അന്വർത്ഥമാക്കിയാണ് അതിന് കഴിഞ്ഞത്. അത് വിജയിച്ചു. അതിനിടെ പ്രതിപക്ഷ നേതാവിൻ്റെ കീഴാൾപ്പണി ചെയ്യുന്ന അനീഷ് ഒരു പ്രഖ്യാപനം നടത്തി. ഈ സ്പെഷ്യലിന് നിംസ് ആശുപത്രി ഒരു പരസ്യം നൽകുമെന്ന്. രാഷ്ട്രീയത്തിൽ പരിചിതമായ വഞ്ചന ഇവിടെയും അരങ്ങേറി. പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിലെ സമ്പർക്കം മൂലം എനിക്ക് അവിടുത്തെ തമ്മിൽ കുത്തും മറ്റും ഏറെ പരിചിതമായെങ്കിലും ഞാൻ ആ ലോകത്തേക്ക് തിരിഞ്ഞതേയില്ല. അവിടുത്തെ മൂപ്പിളമ്പ തർക്കങ്ങൾ ആർക്കും പരിഹരിക്കാവുന്നതുമല്ല. ആ പരസ്യത്തിൻ്റെ താരിഫ് അയച്ചു കൊടുത്തു എന്നല്ലാതെ നിംസ് അധികൃതരോട് സംസാരിച്ചതും മറ്റുമെല്ലാം ചെയ്തത് അനീഷായിരുന്നു. ഒരു തവണ പോലും ഞാൻ നിംസ് അധികൃതരുമായി സംസാരിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഈ ഘട്ടം കഴിഞ്ഞപ്പോൾ എല്ലാം ജനശക്തിയുടെ കയ്യിൽ നിന്ന് പോയി. ദുരൂഹതകളേറി. പറഞ്ഞിരുന്ന പരസ്യം എത്തിയില്ല. അവസാനം പ്രതിപക്ഷ നേതാവിൻ്റെ യശസ് ഉയർത്തുന്ന പരസ്യം എത്തുമോ എന്ന സന്നിഗ്ധതയിലെത്തി. പക്ഷേ പരസ്യപ്പെടുത്തി കഴിഞ്ഞ സ്പെഷ്യലിൽ നിന്ന് പിന്മാറാനാകാതെ പണം കടം വാങ്ങി ജനശക്തി സ്പെഷ്യൽ പതിപ്പിറക്കി. അച്ചടി നടത്തുന്ന ഒരു പ്രസ്സിലും ഒരു പൈസ പോലും കടം വയ്ക്കാതിരിക്കുക എന്നത് ജനശക്തി എക്കാലവും മുറുകെ പിടിക്കുന്ന നയമാണ്. ഇവിടെയും അത് പാലിച്ചു. പക്ഷേ അച്ചടിക്കുള്ള പണം എത്താൻ വൈകുമെന്നായപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പോരാട്ടത്തിൻ്റെ യശസ് വിശദീകരിക്കുന്ന ലക്കം ഇറക്കാൻ ആവശ്യമായ തുക കടമായി എൻ്റെ ഭാര്യ നൽകി. എൻ്റെ ജീവിതത്തിലെ ആദ്യ സംഭവമായിരുന്നു ഇത്. അതല്ലെങ്കിൽ ഈ സ്പെഷ്യൽ ഇറക്കാൻ കഴിയില്ലായിരുന്നു. ഇതെഴുതുന്ന ഈ നിമിഷം വരെ പ്രതിപക്ഷ നേതാവോ കീഴാളൻ അനീഷോ മറ്റാരെങ്കിലുമോ ഈ പണം ജനശക്തിക്ക് തിരിച്ചു തന്നിട്ടില്ല. ഞാൻ ഈ ദുരവസ്ഥ നേരിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അദ്ദേഹം കനിഞ്ഞില്ല. ഇപ്പോൾ വിളിച്ചാൽ അനീഷ് ഫോൺ എടുക്കുന്നില്ല. ആരൊക്കെയോ ചേർന്ന് ഈ പണം നിംസ് ആശുപത്രിയിൽ നിന്ന് കൈക്കലാക്കിയെന്നാണ് അവിടെ നിന്നറിയുന്നത്. ഞാനും മറ്റൊരു നവീൻ ബാബുവായി തീരട്ടെ എന്നാണോ അധികാര പ്രമത്തതയിൽ പ്രതിപക്ഷ നേതാവും ആഗ്രഹിക്കുന്നത്? ഇങ്ങനെയാണ് ശക്തിധരൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, പ്രതിപക്ഷ നേതാവിൻ്റെ ഉപജാപക സംഘങ്ങളെക്കുറിച്ച്
എല്ലാം ശക്തിധരൻ പറയുന്നുണ്ട്. ഒരുപക്ഷേ കേരളത്തിൻ്റെ ഇന്നത്തെ ഈ ദുരവസ്ഥയ്ക്ക് കാരണക്കാരൻ മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ പ്രതിപക്ഷ നേതാവായ VD സതീശനായിരിക്കും, തർക്കമില്ല. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.